ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്ലാനിങ്ങും, അതായത് ഇന്ത്യൻ ആസൂത്രണവും പഞ്ചവത്സര പദ്ധതികളും അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത് നമ്മുടെ LDCയുടെ എന്താണ് സിലബസിലുള്ള ഒരു ഭാഗമാണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോ നിങ്ങൾക്കറിയാം, ഞാൻ നിങ്ങൾക്ക് എന്താണ് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്. അപ്പോ നമ്മൾ ഈ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചും നീതി ആയോഗിനെ കുറിച്ചും എടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഈ പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായി. എന്താണ് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് നമ്മൾ എടുത്ത ക്ലാസ്സിൽ എന്താണ് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇൻട്രൊഡക്ഷൻ തന്നെയാണ് എന്തു പറയാനുള്ളത് ഇവിടെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം തന്നെ പഠിക്കാനായിട്ടുള്ളത്. അത് നമ്മൾ എന്താണ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ എടുത്ത ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ആ ഭാഗം നമ്മൾ എന്താണ് പൂർണ്ണമായിട്ടും ഇന്ന് അത് വീണ്ടും എടുത്തുകൊണ്ട് നമ്മളുടെ സമയം കളയുന്നില്ല. എങ്കിലും നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ പറയേണ്ടതുള്ളത് കൊണ്ട് വളരെ ചുരുക്കി നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ ഭാഗങ്ങളൊന്ന് പറയുകയാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങൾക്ക് നോട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്താണ് ആദ്യം ബ്രിട്ടീഷുകാർക്ക് മുമ്പ് എന്താണ് സാമ്പത്തികമായിട്ട് ഒരു സ്വാശ്രയത്വം ഒക്കെ ഉണ്ടായിരുന്ന തങ്ങളുടേതായിട്ടുള്ള ഒരു സാമൂഹിക സാമ്പത്തിക ഘടന ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യ. പിന്നീട് 200 വർഷത്തിന് മുകളിൽ ബ്രിട്ടീഷുകാരുടെ എന്താണ് ഭരണത്തിന് കീഴിലേക്ക് പോയ ഇന്ത്യയുടെ എന്താണ് അതിന്റെ സാമ്പത്തിക ചുറ്റുപാടുകൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, കൊള്ളയടിക്കുകയാണ് പിന്നീട് ഉണ്ടാകുന്നത്. ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരുടെ ഈ കൊള്ളയെ തുറന്നുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം എന്നുള്ളത് എന്താകുന്നു, വളരെ വലിയ തകർച്ച, വളരെ ഭീകരമായിട്ടുള്ള തകർച്ചയിലേക്ക് എന്ത് ചെയ്യുന്നു എത്തിച്ചേരുന്നു. നമ്മൾ എന്താണ് SCERT പാഠപുസ്തകമൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് എങ്ങനെയാണ് നമ്മളുടെ കൃഷിയെ ബ്രിട്ടീഷ് ഭരണം ബാധിച്ചത്, എങ്ങനെയാണ് നമ്മളുടെ പരമ്പരാഗത വ്യവസായങ്ങളെ ബ്രിട്ടീഷുകാരുടെ ഭരണം പാപ്പരാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഇങ്ങനെ ബ്രിട്ടീഷുകാരുടെ കൊള്ളയിൽ എന്താണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം നടുവൊടിഞ്ഞു കിടക്കുന്ന സമയത്താണ് ദേശീയ പ്രസ്ഥാനം ശക്തപ്പെടുന്നു. ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുന്നതിലൂടെ തന്നെ എന്ത് ചെയ്യുന്നു, ഇന്ത്യക്ക് അല്ലെങ്കിൽ എന്താണ് സ്വാതന്ത്ര്യം കിട്ടുന്ന ഇന്ത്യക്ക്, അല്ലെങ്കിൽ ഭാവിയിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന ഇന്ത്യക്ക് എങ്ങനെയാണ് ഒരു നല്ല ഉയർന്ന രാജ്യമായിട്ട് മാറാൻ കഴിയുക, ഇന്ത്യയിലെ പട്ടിണി എങ്ങനെ മാറ്റാൻ കഴിയും, അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ എന്താണ് ഈ സ്വതന്ത്ര സമര കാലത്ത് തന്നെ എന്ത് നടക്കുന്നുണ്ട്, ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തും ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോ നമ്മള് ഇന്ത്യൻ ആസൂത്രണത്തെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. M വിശ്വേശ്വരയ്യരാണ് ആ പുസ്തകം രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ M വിശ്വേശ്വരയ്യരാണ് എന്തെന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള എന്താണ് പ്ലാനിങ്ങുകളെ കുറിച്ചാണ് ആ പുസ്തകം പറയുന്നത്. അദ്ദേഹം അറിയപ്പെടുന്നത് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവ് എന്നാണ്. മാത്രമല്ല കുറെ വ്യവസായികൾ ചേർന്ന് ബോംബെ പ്ലാൻ സമർപ്പിക്കുന്നു, ഗാന്ധിയൻ പ്ലാൻ മുന്നോട്ട് വരുന്നു, ജനകീയ പദ്ധതി MM റോയ് അവതരിപ്പിക്കുന്നു, JPN എന്ന് പറയുന്ന ജയപ്രകാശ് നാരായണൻ സർവോദയ പദ്ധതി അവതരിപ്പിക്കുന്നു. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ എന്ത് ചെയ്യുന്നു ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഇന്ത്യക്ക് ഒരു ദേശീയ ആസൂത്രണ കമ്മിറ്റി, അതായത് നമ്മുടെ ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷന്റെ മുൻകാല രൂപമായിട്ട് ഇന്ത്യയിൽ ഒരു ദേശീയ ആസൂത്രണ കമ്മിറ്റി ഉണ്ടാകുന്നു. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റി ഉണ്ടാകുന്നത്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഈ പറയുന്ന ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇതെല്ലാം നമ്മൾ എന്താണ് പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ആസൂത്രണ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. ആസൂത്രണ കമ്മീഷൻ എന്താണ് 1950 മാർച്ച് 15 രൂപീകരിക്കപ്പെട്ടു. യോജനാ ഭവൻ ന്യൂഡൽഹിയാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പദ്ധതികൾ തയ്യാറാക്കൽ, നടത്തിപ്പ് എന്നിവ സംബന്ധിച്ച് എന്താണ് നിർദ്ദേശങ്ങൾ തയ്യാറാക്കി സമർപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ പഠിച്ചു എന്താണ് ഇന്ന് നിലവിൽ എന്തില്ല, ആസൂത്രണ കമ്മീഷൻ എന്നുള്ളത് നിലവിലില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ് അവിടെ നീതി ആയോഗുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇനി കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ 1967 രൂപീകരിച്ചു എന്ന് നമ്മൾ പഠിച്ചു.
പിന്നെ പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് പ്ലാനിംഗ് കമ്മീഷൻ ആണെങ്കിലും അതിന് അന്തിമമായിട്ടുള്ള അംഗീകാരം നൽകുന്ന കൗൺസിൽ എന്ന് പറയുന്നത് ദേശീയ വികസന സമിതി എന്ന് പറയുന്ന നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. അത് രൂപീകരിക്കപ്പെട്ടത് 1952 ഓഗസ്റ്റ് 6-ാം തീയതിയാണ്. ഇത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ പഠിച്ചു. ഇപ്പോ ഈ പറയുന്ന NDC എന്ന് പറയുന്നത് നിയമപരമായിട്ട് പിരിച്ചുവിട്ടിട്ടില്ലെങ്കിലും എന്താണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രവർത്തനം എന്താണ്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന അവസ്ഥയിലാണ് ആ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പഞ്ചവത്സര പദ്ധതി ഉണ്ടെങ്കിലേ അത് അംഗീകാരം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന് എന്തുള്ളൂ, നിലനിൽപ്പുള്ളൂ. ഇതെല്ലാം നമ്മൾ എന്താണ് പറഞ്ഞതാണ്. അപ്പൊ നമ്മളിനി നമ്മളുടെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുന്നത് പഞ്ചവത്സര പദ്ധതികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ അതിനു മുമ്പ് നമ്മൾ പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത് സാമ്പത്തിക വളർച്ചയാണ്. എന്താണ്? സാമ്പത്തിക വളർച്ചയാണ്. എന്താണ്? ഗ്രോത്ത് ആണ്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വളർച്ചയുണ്ടാക്കുക, സാമ്പത്തിക രംഗത്ത് വളർച്ചയുണ്ടാക്കുക, അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തെ വളർച്ചയുടെ സൂചകം എന്ന് പറയുന്നത് എന്താണ്? അത് GDP ആണ്. GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്ന് മലയാളത്തിൽ പറയും. എന്താണ്? വളർച്ചയുടെ സൂചകമാണ് എന്തെന്ന് പറയുന്നത് GDP എന്ന് പറയുന്നത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, മലയാളത്തിൽ മൊത്ത ആഭ്യന്തര വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവിടെ എന്താണ്? അവിടെ GDP-യിൽ വളർച്ചയുണ്ടാക്കുക. അപ്പൊ എന്താണ് GDP? എന്താണ് GDP എന്നുള്ളത് നിങ്ങൾക്ക് ഒരറിവുണ്ടായിരിക്കണം. എന്താണ് GDP? GDP എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അകത്ത്, ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാക്കുന്ന മൊത്തം എന്താണ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യത്തെയാണ് എന്തെന്ന് പറയുക. മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഗ്രോസ് ഡൊമസ്റ്റിക്. ഒരു നിശ്ചിത കാലയളവിൽ ഇന്ത്യക്കകത്തുണ്ടാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തമായിട്ടുള്ള മൂല്യമാണ് എന്തെന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ എന്താണ് GNP എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്താണ്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതെന്താണ്? അത് വ്യത്യാസം, GDP-യുമായി അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്, GDP എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് മാത്രം ഉണ്ടാകുന്ന ആഭ്യന്തര ഉൽപാദനത്തെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ GNP എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കാരന്മാരായിട്ടുള്ള പൗരന്മാരുണ്ടാക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എന്താണ് മൊത്തം മൂല്യത്തെയാണ് GNP എന്ന് പറയുന്നത്. അതാണ് GNP-യും GDP-യും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. വളർച്ച എന്ന് പറയുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കണക്കാക്കുന്നത്? അത് GDP-യെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഇന്ത്യയിൽ ഒരു സ്ഥാപനം വേണം. ഇന്ത്യയുടെ ദേശീയ വളർച്ച അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ച കണക്കാക്കുന്ന സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്? ഇനി രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ആധുനികവൽക്കരണം അഥവാ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ആധുനികവൽക്കരണം അല്ലെങ്കിൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്? എന്താണ് ആധുനികവൽക്കരണം എന്ന് പറയുന്നത്? അതായത് ഇന്നത്തെ കാലയളവിൽ ലഭ്യമാകാവുന്ന ഏറ്റവും ആധുനികമായിട്ടുള്ള വിവര സാങ്കേതിക എന്താണ് വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാ മേഖലകളെയും മോഡേണൈസ് ചെയ്യുക, എന്താണ് ആധുനികവൽക്കരിക്കുക. അതായത് നമുക്ക് എന്താണ് പണ്ടൊരു കയറ് കൊണ്ടൊരു ഉൽപ്പന്നം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? തേങ്ങ എടുക്കണം, കൊണ്ടുപോയി വെള്ളത്തിലിടണം, കുറച്ച് കഴിയുമ്പോൾ അതെടുത്ത് തല്ലിച്ചതച്ച് അതിൽ നിന്ന് ചകിരി എടുക്കണം, പിന്നെ എന്താണ് അതുകൊണ്ട് കയറുണ്ടാക്കണം, പിന്നെ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. ഇങ്ങനെയായിരുന്നു. എന്നാൽ നമുക്കിപ്പോൾ ഇതെല്ലാം എന്താണ് ഒരു മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മോഡേണൈസേഷൻ എന്ന് പറയുക. ആധുനികവൽക്കരണം സകല മേഖലയിലും കൊണ്ടുവരിക എന്നുള്ളത് എന്തിന്റെ മറ്റൊരു ലക്ഷ്യമായിരുന്നു? പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. ഇനി മൂന്നാമത്തേത് സ്വാശ്രയത്വം എന്നുള്ളതാണ്.
അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് എന്നുള്ളതാണ്. സ്വാശ്രയത്വം, സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത് അതിന്റെ പേര് പറയുന്നത് പോലെ സ്വാശ്രയത്വം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സേവനങ്ങളും പരമാവധി എന്താണ് ഇറക്കുമതി ചെയ്യാതെ നമ്മളുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്വാശ്രയത്വം എന്ന് പറയുന്നത്, സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്. അടുത്തത് സമത്വം, ഇക്വാളിറ്റി. സമത്വം ഉണ്ടാക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള സാമ്പത്തികമായിട്ടുള്ള അന്തരം എന്ത് ചെയ്യുക? കുറക്കുക. ഒരു ഇക്കണോമിക് ഇക്വാളിറ്റി ജനങ്ങളിൽ എന്ത് ചെയ്യുക? ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? പഞ്ചവത്സര പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് PSC എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു പരീക്ഷക്ക് PSC ഈ ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, ഇക്വാളിറ്റി അഥവാ സമത്വം. ഇങ്ങനെ പ്രധാനപ്പെട്ട 4 ലക്ഷ്യങ്ങളാണ് എന്തിനുള്ളത്? 4 ലക്ഷ്യങ്ങളാണ് ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതിക്ക് ഉള്ളത്. നമ്മളിനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഈ പദ്ധതി എന്താണ്? ഇതിന്റെ രൂപം പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? അത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവാണ്. 1951 ഡിസംബർ 8-ാം തീയതിയാണ് നെഹ്റു എന്ത് ചെയ്യുന്നത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി എവിടെ അവതരിപ്പിക്കുന്നത്? ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ഈ പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്, ഈ പദ്ധതിയുടെ പേര് സൂചിപ്പിക്കുന്നത് അതിന്റെ കാലഘട്ടത്തെയാണ്. പഞ്ചവത്സരം എന്ന് പറഞ്ഞാൽ എന്താണ്? 5 വർഷം. 5 വർഷമാണ് എന്തെന്ന് പറയുന്നത്? ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും 1951 ആരംഭിച്ചാൽ 1956 വരെയാണ് എന്നതിന്റെ കാലാവധി എന്ന് പറയുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി എന്ന് പറയുന്നത്. ഇനി ഈ പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് നോക്കുക, 1951 ഏപ്രിൽ 1 മുതൽ 1956 മാർച്ച് 31 വരെയാണ്. എന്താണ്? 1951 ഏപ്രിൽ 1 മുതൽ 1956 മാർച്ച് 31-ാം തീയതി വരെയാണ്. ഈ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ സാമ്പത്തിക വർഷം അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും സാമ്പത്തിക വർഷം ഫിനാൻഷ്യൽ ഇയർ കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അതുകൊണ്ടാണ് ഈ പദ്ധതി കാലഘട്ടവും എന്തിൽ വന്നത്? 1951 ഏപ്രിൽ 1 മുതൽ 1956 മാർച്ച് 31 വരെ വന്നത്. ഇനി ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ച് പോയ കാലഘട്ടത്ത് എന്താണ്? നമ്മൾ ഈ കരിമ്പിൽ നിന്ന് ജ്യൂസ് എടുത്തതിന് ശേഷം അതിന് എന്താണ് ബാക്കി വരുന്ന ചണ്ടി എന്ന് പറയുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതിന്റെ ഒരു അവസ്ഥയായിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത്. ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്ത് 1857 ശേഷം പ്രത്യേകിച്ച് എന്താണ് ഇന്ത്യയിൽ വളരെ വലിയ എന്തുണ്ടായിരുന്നു? ഫാമിൻ അഥവാ ദാരിദ്ര്യം, ക്ഷാമം, പട്ടിണി, ഇതൊക്കെ എന്തുണ്ടായിരുന്നു? ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഒരുപാട് ക്ഷാമങ്ങളിൽ കോടിക്കണക്കിന് മനുഷ്യർ എന്ത് ചെയ്തിരുന്നു? പട്ടിണിയിലൊക്കെ മരിച്ചു പോകുന്ന സ്ഥിതിവിശേഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും എന്ത് ചെയ്യുക? ഭക്ഷണം എത്തിക്കുക എന്നുള്ളതാണ്. ഭക്ഷണം എത്തിക്കുന്നതിനായിട്ട് എന്ത് വേണം? ഭക്ഷണം എത്തിക്കുന്നതിനായിട്ട് കൃഷി വേണം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷി, ജലസേചനം, വൈദ്യുതീകരണം എന്നിവയാണ്. എന്താണ്? കൃഷി, ജലസേചനം, വൈദ്യുതീകരണം. മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അത് സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് എന്തായിരുന്നു? അൺഎംപ്ലോയ്മെന്റ് ആയിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം അല്ലായിരുന്നു. ഇന്ത്യ സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളായി മാറുകയും ഇന്ത്യയിലും പാകിസ്ഥാന്റെയും ഭൂപ്രദേശങ്ങളിൽ എന്താണ്
ഈ ഇന്ത്യ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മാപ്പിൽ മാത്രം ഇന്ത്യയെ കുറിച്ച് അറിയാവുന്ന ഒരാൾ വന്നുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ എന്താണ് വേർപിരിക്കുന്നത്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷം വരുന്ന കുറെ പ്രദേശങ്ങൾ പാകിസ്ഥാനിലായി പോയി, മുസ്ലിങ്ങൾ ഭൂരിപക്ഷം വരുന്ന കുറെ പ്രദേശങ്ങൾ എന്താണ് ഇന്ത്യയിലായി പോയി. ഈ രാജ്യം വിഭജിച്ചത് ഒരുവിധപ്പെട്ട ജനങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇതൊരു വർഗീയ കലാപങ്ങൾക്ക് എന്ത് ചെയ്തു, വലിയ കാരണമായി മാറി. അപ്പുറം എന്താണ് മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു, ഹിന്ദുക്കളെ കൊല്ലുന്നു. ഇപ്പുറവും എന്താണ് അതിന് പ്രതികാരം എന്നോളം ഹിന്ദുക്കളും സിഖുകാരും അടങ്ങുന്ന ആളുകൾ മുസ്ലിങ്ങളെ എന്ത് ചെയ്യുന്നു, കൊല്ലുന്നു. രണ്ട് സ്ഥലത്തു നിന്നും ലക്ഷക്കണക്കിന് ജനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അഭയാർത്ഥികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായിട്ട് പലായനം ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ആ പലായനത്തിൽ മാത്രം മരിച്ചു വീഴുന്നത്. അപ്പോ സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് അഭയാർത്ഥികളായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഇന്ത്യയിലേക്ക് വന്ന ആളുകൾ, അവരുടെ പുനരധിവാസവും എന്തിന്റെ ലക്ഷ്യമായിരുന്നു, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു ലക്ഷ്യമായിരുന്നു. പക്ഷെ പ്രധാനപ്പെട്ട ലക്ഷ്യം കൃഷിയും ജലസേചനവും ആയിരുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഈ പദ്ധതി അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് ഹരോൾഡ് ഡോമർ മോഡൽ എന്നാണ്. എന്താണ്? ഹരോൾഡ് ഡോമർ മോഡൽ എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. ഹരോൾഡ് ഡോമർ എന്ന് പറയുന്നത് രണ്ട് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ്. അവരെന്താണ്, അവര് എക്കണോമിയുടെ, ഒരു രാജ്യത്തിന്റെ എക്കണോമിയുടെ, ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ല, മൊത്തമായിട്ട് ഒരു രാജ്യത്തിന്റെ ഇക്കണോമിയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട അവരുടെ ആശയങ്ങൾ അവതരിപ്പിച്ചതാണെന്ന് പറയുന്നത് ഈ ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നത്. ഈ മോഡലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്നാം പഞ്ചവത്സര പദ്ധതി വർക്ക് ചെയ്യുന്നത്. ഈ മോഡൽ അറിയപ്പെടുന്ന പേരാണ് ഹരോൾഡ് ഡോമർ മോഡൽ എന്നുള്ളത്. എന്നാൽ ഈ പറയുന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ എന്താണ് കരട് രൂപരേഖ, ആമുഖം എന്നിവ തയ്യാറാക്കിയ വ്യക്തിയാണ് ഡോക്ടർ കെ എൻ രാജ് എന്നറിയപ്പെടുന്നത്. ഡോക്ടർ കെ എൻ രാജ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ഒരു മലയാളിയായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപവും ആമുഖവും ഒക്കെ തയ്യാറാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് വെറും 26 27 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം, നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. അപ്പോൾ അദ്ദേഹം എത്രത്തോളം പ്രതിഭാശാലിയായിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കണം ആ 25 26 വയസ്സിനുള്ളിൽ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോ ഈ പറയുന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപരേഖ, ആമുഖം എന്നിവ തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ കെ എൻ രാജാണ്. വേണമെങ്കിൽ ചോദ്യം ഇങ്ങനെയും വരാം. അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച മലയാളി ആരാണ് എന്നുള്ള ചോദ്യം ചോദിച്ചാലും അതിന്റെ ഉത്തരം ആരാണ്? അതിന്റെ ഉത്തരം ഡോക്ടർ കെ എൻ രാജാണ്. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്, ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഒരു കാർഷിക പദ്ധതിയാണ്. എന്താണ്? ഒരു കാർഷിക പദ്ധതിയാണ്. കാർഷിക പദ്ധതി ആകുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ജലസേചനം എന്ന് പറയുന്നത്. അപ്പോ ഡാമുകൾ, ജലസേചന പദ്ധതികൾ, ഇവയൊക്കെ എന്താണ് ഒരു കൃഷി കൂടുതൽ പരിഗണന കൊടുക്കുമ്പോൾ എന്താണ് നമ്മൾ നിർമ്മിക്കേണ്ടതുണ്ട്. വെള്ളത്തിന്റെ ആവശ്യകത എന്ന് പറയുന്നത് കൃഷിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്ത് വളരെ പ്രധാനപ്പെട്ട ചില ജലസേചന പദ്ധതികൾ എന്ത് ചെയ്തിരുന്നു, ആരംഭിച്ചിരുന്നു. അവ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ദാമോദർ വാലി പ്രൊജക്ട് ആണ്. ദാമോദർ വാലി പ്രൊജക്ട് ഇത് ദാമോദർ നദിയിലാണ്, പശ്ചിമ ബംഗാളിലാണ്. ദാമോദർ വാലി പ്രൊജക്ട് എന്ന് പറയുന്നത് ഒരു ഡാം അല്ല അത്. അതായത് ഒരുപാട് ഡാമുകളും എന്താണ് ഒരുപാട് ജലസേചന പദ്ധതികളുമായിട്ടുള്ള ഒരു ബൃഹത്തായിട്ടുള്ള പ്രൊജക്റ്റ് ആണ് ഈ ദാമോദർ വാലി പ്രൊജക്ട് എന്ന് പറയുന്നത്. ഒരു ഡാമായിട്ട് നിങ്ങൾ അതിനെ മനസ്സിലാക്കരുത്. അതായത് അമേരിക്കയിലെ ടെന്നീസ് വാലി പ്രൊജക്ടിന്റെ എന്താണ് അതിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്നും കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ് നമ്മൾ നിർമ്മിച്ച പദ്ധതിയാണ് എന്ന് പറയുന്നത് ഈ ദാമോദർ വാലി
പ്രൊജക്ട് എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധ ഉദ്ദേശ ജലസേചന പദ്ധതിയാണ് എന്ന് പറയുന്നത് ദാമോദർ വാലി പ്രൊജക്ട് എന്ന് പറയുന്നത്. എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് വിവിധ ഉദ്ദേശ ജലസേചന പദ്ധതി. വിവിധ ഉദ്ദേശങ്ങൾക്കായിട്ട്, കൃഷിക്ക് മാത്രമല്ല മറ്റു പല ആവശ്യങ്ങൾക്കുമായിട്ട് എന്താണ് ഒരു ബൃഹത്തായിട്ടുള്ള പദ്ധതിയാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ദാമോദർ വാലി പദ്ധതി എന്ന് പറയുന്നത്. അമേരിക്കയിലെ ടെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയിലാണ് ഈ പ്രൊജക്റ്റും അതിന്റെ എന്താണ് സ്ഥാപനവും എല്ലാം എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ രൂപീകരിച്ചതാണ്. ഇനി രണ്ടാമത്തേത് ബക്രാനങ്കലാണ്. അതൊരു ഡാമാണ്. ഇതാണ് ബക്രാനങ്കൽ എന്ന് പറയുന്നത് ഒരു ഡാമാണ്. ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സത്ലജ് നദിയിലാണ്. എവിടെയാണ്? സത്ലജ് നദിയിലാണ്. പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് ഭാഗങ്ങളിലായിട്ടാണ് ഈ പറയുന്ന ബക്രാനങ്കൽ എന്ന് പറയുന്ന ഡാം ചെയ്യുന്നത്. ബക്രാനങ്കൽ രണ്ടും രണ്ട് ഡാമുകളാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് ഹിരാക്കുഡ്. ഹിരാക്കുഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒറീസയിൽ മഹാനദിയിലാണ് ഹീരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഡാമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്നത്. അതിന്റെ പേരാണ് മേട്ടൂർ ഡാം. കാവേരി നദി, തമിഴ്നാട്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് എന്താണ് നടപ്പിലാക്കിയ ജലസേചന പദ്ധതികളാണ്. ഏതെല്ലാമാണ്? ദാമോദർ വാലി, ബക്രാനങ്കൽ, ഹിരാക്കുഡ്, മേട്ടൂർ ഡാം. ഈ 4 പദ്ധതികളാണ് എന്ത് ചെയ്യുന്നത് ആ കാലഘട്ടം നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട പദ്ധതികൾ. ഇനി ഈ കാലത്ത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി നമ്മൾ ആരംഭിച്ചു. അതിനെ പറയുന്നത് 1952 ഒക്ടോബർ 2 നമ്മൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചു. എന്താണ്? 1952 ഒക്ടോബർ 2. ഒക്ടോബർ 2ന്റെ പ്രത്യേകത എന്താണ്? ഒക്ടോബർ 2 എന്ന് പറഞ്ഞാൽ ഗാന്ധി ജയന്തി ദിനമാണ്. ഒക്ടോബർ 2 നമ്മൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചു. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്ന് നമ്മളുടെ എന്താണ് പഞ്ചായത്തി രാജിന്റെ ഒരു ആദ്യകാല രൂപമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ PSC ഇങ്ങനെ ചോദിക്കാം, അതായത് 55 ഇനം പരിപാടികൾ പ്രഖ്യാപിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? എന്താണ്? 55 ഇന പരിപാടികൾ പ്രഖ്യാപിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. കാരണം നമ്മൾ ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഈ 55 ഇന പരിപാടികൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ കീഴിലാണ് ഈ 55 ഇന പരിപാടികൾ എന്ത് ചെയ്യുന്നത് വരുന്നത്. ആ പോയിന്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അതേ ദിവസം തന്നെ, അതായത് 1952 ഒക്ടോബർ 2 നമ്മൾ കുടുംബാസൂത്രണം അഥവാ ഫാമിലി പ്ലാനിങ് ഇന്ത്യയിൽ ആരംഭിച്ചു. എന്താണ്? 1900 ഒക്ടോബർ 2 2 കാര്യങ്ങളാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്. ഒന്നാമത്തേത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, രണ്ടാമത്തേത് ഫാമിലി പ്ലാനിങ് അഥവാ കുടുംബാസൂത്രണം. എന്താണ്? ഫാമിലി പ്ലാനിങ് അഥവാ കുടുംബാസൂത്രണം എന്നാണ് 1952 ഒക്ടോബർ 2 ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഫാമിലി പ്ലാനിങ് ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്ത്. ഒരു മിനിറ്റ്, വേഗം കമന്റ് ചെയ്യട്ടാ. അറിയാവുന്ന ആളുകളൊന്ന് വേഗം കമന്റ് ചെയ്യാം. ഏതാണ് രാജ്യം? ഫാമിലി പ്ലാനിങ് ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ലോകത്ത് ആദ്യമായിട്ട് ഫാമിലി പ്ലാനിങ് നടപ്പിലാക്കിയ രാജ്യമാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. 1953 ഡിസംബർ 28 യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ സ്ഥാപിതമായി. UGC എന്ന് നമ്മൾ പറയുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ് 1953 ഡിസംബർ 28
ഇതൊരു ഗവൺമെന്റ് ഓർഡറോട് കൂടിയിട്ടാണ് 1953 ഡിസംബർ 28 UGC രൂപീകൃതമാകുന്നത്. എന്നാൽ UGC ഇന്ന് എന്താണ്? UGC ഇന്നൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഒരു നിയമപരമായിട്ടുള്ള സ്ഥാപനമാണ്. എന്ന് പറയുന്നത് UGC എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. എങ്ങനെയാണ് ഒരു സ്ഥാപനം നിയമപരമായിട്ടുള്ള സ്ഥാപനമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനായി മാറുന്നത്? എങ്ങനെയാണ്? എങ്ങനെയാണ്? അതെ, പാർലമെന്റ് നിയമം പാസാക്കി ഒരു സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ എന്ത് വരുന്നു? അതിനെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? പറയുന്നു. അപ്പോ 1953 ഡിസംബർ 28 UGC കമ്മീഷൻ ഒരു ഗവൺമെന്റ് ഓർഡറിൽ സ്ഥാപിതമായി. എന്നാൽ അതൊരു എന്താണ്? അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയത് 1956 എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? 1956 ഇന്ത്യയുടെ പാർലമെന്റ് UGC ആക്ട് എന്നുള്ളത് പാസ്സാക്കുന്നത്. അങ്ങനെ 1956 1953 ഡിസംബർ 28 രൂപീകൃതമായിട്ടുള്ള UGC എന്ന് പറയുന്ന സ്ഥാപനം എന്തായിട്ട് മാറി? ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറി. UGC ആക്ട് പാസ്സാക്കപ്പെട്ട വർഷമാണ് എന്ന് പറയുന്നത് 1956 എന്ന് പറയുന്നത്. UGCയുടെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു ആരെന്ന് പറയുന്നത് ശാന്തി സ്വരൂപം ഭട്നാഗർ എന്നറിയപ്പെടുന്നത്. ഇപ്പോഴത്തെ ആരാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇപ്പോഴത്തെ UGCയുടെ ചെയർമാൻ ആരാണ്? അറിയാവുന്ന ആളുകൾ കമന്റ് ചെയ്യുക, അറിയാത്ത ആളുകൾ എന്ത് ചെയ്യുക? നെറ്റിലോ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കയറിയിട്ട് സ്വയം കണ്ടെത്തി എന്ത് ചെയ്യുക? അതിന്റെ ഉത്തരം പഠിക്കുക. ആദ്യത്തേത് ശാന്തി സ്വരൂപം ഭട്നാഗർ ആണ്. ഇനി അടുത്തത് 1955 തോട്ടപ്പള്ളി സ്പിൽവേ എന്ത് ചെയ്തു? കേരളത്തിൽ നിർമ്മിച്ചു. കേരളത്തിലുള്ള തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ചതാണ്. എന്തെന്ന് പറയുന്നത്? തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത്. മാത്രമല്ല ഇന്ത്യയിൽ എന്താണ് പ്രധാനപ്പെട്ട 5 IIT-കൾ എന്ത് ചെയ്തു? ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ IIT ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ IIT ഏതാണ്? IIT ഖരഗ്പൂർ, പശ്ചിമ ബംഗാളിൽ 1951 IIT ഖരഗ്പൂർ. കേരളത്തിലെ ആദ്യത്തെ IIT ഏതാണ്? IIT പാലക്കാട്. പാലക്കാട് കഞ്ചിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യത്തെ IIT സ്ഥിതി ചെയ്യുന്നത്. 2015 ആ IIT എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. ഇനി നമ്മൾ എന്താണ് 2.1 വളർച്ചാ നിരക്ക് എന്ത് ചെയ്തു? നമ്മള് ലക്ഷ്യം വെച്ചു. നമ്മൾ 3.6 വളർച്ചാ നിരക്ക് എന്ത് ചെയ്തു? നമ്മൾ ഈ പഞ്ചവത്സര പദ്ധതിയിലൂടെ ലക്ഷ്യത്തിലെത്തി. എന്താണ് വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടത്? എത്രയാണ്? 2.1%. നേടിയത് 3.6%. അപ്പോ ഈ പഞ്ചവത്സര പദ്ധതി എന്താണ്? വേണമെങ്കിൽ ഒരു ചെറിയ വിജയം ഇന്ത്യക്ക് സംഭാവന ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ഏകദേശം വിജയമായിരുന്നു. കാരണം 2.1 വളർച്ചാ നിരക്ക് നമ്മൾ ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ 3.6 വളർച്ചാ നിരക്ക് നമ്മൾ നേടി. അപ്പോ ഇത്രയുമാണ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കുവാനുള്ള എന്താണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി പഠിക്കാനായിട്ട് പോവുകയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവ് എന്ന് പറയുന്നത് വീണ്ടും 56 തുടങ്ങിയിട്ട് 5 വർഷം. 1956 ഏപ്രിൽ 1 മുതൽ 1961 മാർച്ച് 31 വരെയാണ് എന്തെന്ന് പറയുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത്. ലക്ഷ്യം ദ്രുതഗതിയിലുള്ള വ്യാവസായിക വളർച്ച, വ്യവസായവൽക്കരണമാണ് എന്തെന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഗതാഗത വികസനം, തൊഴിലില്ലായ്മ കുറയ്ക്കുക, സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നിവയായിരുന്നു എന്തെന്ന് പറയുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വ്യവസായവൽക്കരണവും ഗതാഗത വികസനവുമായിരുന്നു.
എന്തുകൊണ്ടാണ് വ്യവസായവൽക്കരണത്തിന്റെ ഒപ്പം ഗതാഗത വികസനം വരണമെന്ന് പറയുന്നത്? ഗതാഗത വികസനം ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാകുകയുള്ളൂ? നല്ല രീതിയിൽ നമുക്ക് വ്യവസായവൽക്കരണം നടത്തുവാൻ കഴിയുകയുള്ളൂ. അപ്പൊ കേരളത്തിൽ എന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബന്ധിക്കുന്ന എന്താണ്, ഒരു നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, അങ്ങ് തിരുവനന്തപുരത്ത് എന്ത് നടക്കുന്നുണ്ട്? തിരുവനന്തപുരത്ത് ഒരു അദാനി പോർട്ട് എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്? ഓപ്പൺ ആകാൻ പോകുന്നുണ്ട്. അത്രയും വലിയൊരു സംരംഭം അവിടെ വരണമെങ്കിൽ എന്ത് വേണം? നമുക്ക് നല്ല ഗതാഗത സൗകര്യം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ധൃതി പിടിച്ചുകൊണ്ട് എന്ത് നടക്കുന്നത്? നമ്മളുടെ നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ് വ്യവസായവൽക്കരണത്തെ സംബന്ധിച്ച്. ഇനി ഈ പദ്ധതി അറിയപ്പെടുന്നത് വ്യവസായിക പദ്ധതി, മഹലനോബിസ് പദ്ധതി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. എന്താണ്? വ്യവസായിക പദ്ധതി, മഹലനോബിസ് പദ്ധതി എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പദ്ധതി അറിയപ്പെടുന്നത്. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് 1956 വ്യവസായിക നയമാണ്. 1956 ഇന്ത്യ ഗവൺമെന്റ് ആദ്യമായിട്ട് അവരുടെ ഒരു വ്യവസായിക നയം അഥവാ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ എന്ത് ചെയ്യുന്നത്? പാസ്സാക്കുന്നത്. അപ്പോ ആ ഇൻഡസ്ട്രിയൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, ആ വ്യാവസായിക നയം എന്ന് പറയുന്നത് എന്താണ്? ആ വ്യാവസായിക നയം എന്ന് പറയുന്നത് സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള എന്താണ്, ഒരു സാമ്പത്തിക നയമാണ്, അല്ലെങ്കിൽ ഒരു വ്യവസായിക നയമാണ്. അതായത് പറയുന്ന പ്രൈവറ്റ് കമ്പനികളെക്കാൾ കൂടുതൽ എന്താണ്, പൊതുമേഖലയിലുള്ള വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു വ്യാവസായിക നയമാണ് 1956 വ്യവസായിക നയം എന്ന് പറയുന്നത്. ഇതിന് മുന്നിൽ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, 1955 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? 1955 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? ആർക്കെങ്കിലും അറിയാമോ? കൊൽക്കത്തയിൽ വെച്ചല്ല, 1955. ആര്യ MK, വെരി ഗുഡ് ആര്യ, വെരി ഗുഡ്, വെരി ഗുഡ്. 1955 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുന്നത് തമിഴ്നാട്ടിലെ ആവടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. എന്താണ്? തമിഴ്നാട്ടിലെ ആവടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. അപ്പോ ഈ സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. അതായത് ഇന്ത്യയിൽ എന്താണ്, ഒരു സോഷ്യലിസം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സാമൂഹിക ജീവിതക്രമം ഉണ്ടാകണം എന്ന് എന്ത് ചെയ്തു? നമ്മള് തീരുമാനിച്ചു, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചു, ചർച്ച ചെയ്തു, തീരുമാനമെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1956 ഗവൺമെന്റ് എന്ത് പാസ്സാക്കുന്നത്? ഈ പറയുന്ന വ്യവസായിക നയം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ എന്ത് ചെയ്യുന്നത്? 1956 പാസ്സാക്കുന്നത്. അത് എന്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്? അത് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് ഇന്ത്യയിൽ എന്താണ്, പൊതുമേഖലക്കാണ്. അത് കഴിഞ്ഞിട്ടുള്ള, അതായത് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റെസൊല്യൂഷനില് ഇന്ത്യയിലെ വ്യാവസായിക സ്ഥാപനങ്ങളെ മൂന്നായിട്ട് തിരിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. ഒന്ന്, പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ. രണ്ട്, ഗവൺമെന്റിന് വരുമാനം നേടിക്കൊടുക്കുന്ന മറ്റു പല സ്ഥാപനങ്ങൾ. പിന്നെ ഇതെല്ലാം കഴിച്ചിട്ടുള്ള എന്താണ്, പ്രൈവറ്റ് കമ്പനികൾ, അല്ലെങ്കിൽ എന്താണ്, സ്വകാര്യ കമ്പനികൾ. ഇങ്ങനെയാണ് ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കമ്പനികളെ തിരിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇമ്പോർട്ട് ഡ്യൂട്ടി അവർ കൂട്ടുന്നു, ഇറക്കുമതി ടാക്സ് കൂട്ടുന്നു. അങ്ങനെ ടാക്സ് ഒക്കെ കൂട്ടിയത് എന്താണ്, നമ്മൾ ഇവിടെയുള്ള ബിസിനസ്സുകൾക്ക് എന്ത് ചെയ്യുന്നു? ഗുണമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്, കൂടുതലും ഇതൊരു മുതലാളിത്തപരമായിട്ടുള്ള ഒരു ഇക്കണോമി ആക്കുവാനല്ല അന്ന് ശ്രമിച്ചത്. മറിച്ച് എങ്ങനെയാണ് ശ്രമിച്ചത്? അതൊരു സോഷ്യലിസ്റ്റ് ആശയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക, എല്ലാവരിലേക്കും എല്ലാ ഗുണങ്ങളും എന്ത് ചെയ്യുക, എത്തിക്കുക എന്നുള്ള അടിസ്ഥാനത്തിലാണ്. പിന്നെ നമ്മൾ 91 വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സോഷ്യലിസത്തെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ മുതലാളിത്തത്തിലേക്ക്, എന്താണ്, നവ സാമ്പത്തിക നയങ്ങളിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്യുന്നത്? കാലെടുത്ത് വെക്കുവാനായിട്ട് തുടങ്ങിയത്. അപ്പോ
ഈ പദ്ധതി അറിയപ്പെടുന്നത് വ്യവസായിക പദ്ധതി എന്നാണ്, മഹലനോബിസ് പദ്ധതി എന്നാണ്. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 1956 വ്യവസായിക നയമാണ്. ഈ വ്യവസായിക നയം എന്നുള്ളത് സോഷ്യലിസത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പൊതുമേഖലക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വ്യവസായിക നയമായിരുന്നു. ഇനി അപ്പൊ സ്വാഭാവികമായിട്ടും വ്യവസായം വേണമെങ്കിൽ എന്താണ്, വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ വ്യവസായ ശാലകൾ ഉണ്ടാകണം. അക്കാലഘട്ടത്തിൽ എന്താണ്, പൊതുമേഖലയിൽ എന്താണ് വളരെ പ്രധാനപ്പെട്ട 3 വ്യവസായശാലകൾ, ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ എന്ത് ചെയ്തു, ഇന്ത്യയിൽ ഉണ്ടായി. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഭിലായി ആണ്. ഭിലായ് ഇരുമ്പുരുക്ക് നിർമ്മാണശാല. ഇത് ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഛത്തീസ്ഗഡ്. ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇത് നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് എന്തെന്ന് പറയുന്നത് റഷ്യ എന്ന് പറയുന്നത്. അപ്പോ ഭിലായ് ഉരുക്ക് നിർമ്മാണശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് നമ്മൾ നിർമ്മിച്ചത്? റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ നിർമ്മിച്ചത്. ഇനി അടുത്തത് ഏതാണ്? അടുത്തത് റൂർക്കേല. രണ്ടാമത്തേത് റൂർക്കേല. റൂർക്കേല എവിടെയാണ്? ഒഡീഷയിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഒറീസ എന്ന് പറയുന്ന സ്ഥലത്താണ്, ഒഡീഷയിലാണ്. ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായങ്ങളോടെയാണ് നമ്മൾ നിർമ്മിച്ചത്? അത് നമ്മൾ നിർമ്മിച്ചത് ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ്. ആരുടെ സഹായത്തോടു കൂടിയാണ്? ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ്. മൂന്നാമത്തേത് ദുർഗാപൂർ. മൂന്നാമത്തേതാണ് ദുർഗാപൂർ, പശ്ചിമ ബംഗാളിലാണ്. ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയായിട്ടാണ്? ബ്രിട്ടന്റെ സഹായത്തോടു കൂടിയിട്ടാണ് അത് നിർമ്മിച്ചത്. അപ്പോ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തെ പ്രധാന വ്യവസായ ശാലകളാണ് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്നിവ. ഭിലായ് ഛത്തീസ്ഗഡിലാണ്, റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചു. റൂർക്കേല ഒഡീഷയിലാണ്, ജർമ്മനിയുടെ സഹായത്തോടെ നിർമ്മിച്ചു. ദുർഗാപൂർ എന്ന് പറയുന്നത് എവിടെയാണ്? ദുർഗാപൂർ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലാണ്, ബ്രിട്ടനിലാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല ഏതാണ് എന്നറിയാമോ? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ശാല ആരാ പറഞ്ഞത്? വിശ്വേശ്വരയ്യർ എന്ന് പറഞ്ഞല്ലോ, ശരിയാണ്. എം വിശ്വേശ്വരയ്യർ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ്. കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണത്. സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണെന്ന് അറിയാമോ? ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ടിസ്കോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ജംഷഡ്പൂരിലാണ്. 1907 അത് സ്ഥാപിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ഇതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാനപ്പെട്ട വ്യവസായശാലകൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, വ്യവസായവൽക്കരണം മാത്രമല്ല ഗതാഗതവും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു എന്ന് പറയുന്നത് നമ്മളുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് 1956 ഒരു ദേശീയ പാത നിയമം ഇന്ത്യയിൽ എന്ത് ചെയ്തു? നിലവിൽ വന്നു. നാഷണൽ ഹൈവേസ് ആക്ട്. എന്താണ്? ദേശീയ പാത നിയമം, നാഷണൽ ഹൈവേസ് ആക്ട് എന്നാണ് നിലവിൽ വന്നത്. 1956 രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നാഷണൽ ഹൈവേസ് ആക്ട് അഥവാ ദേശീയ പാത നിയമം 1956 ഇന്ത്യയിൽ നിലവിൽ വന്നത്. മറ്റൊരു പ്രത്യേകത, നിങ്ങൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO എന്ന് കേട്ടിട്ടുണ്ടോ? DRDO നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. DRDO എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രതിരോധ മേഖലയിൽ എന്താണ് മെഷീൻസും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി റിസർച്ച് നടത്തുന്ന, ആയുധങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് DRDO. ഈ DRDO ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടത് 1958 1958 രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്താണ്. ഇപ്പോഴത്തെ DRDOയുടെ ചെയർമാൻ അല്ലെങ്കിൽ ഹെഡ് ആരാണ് എന്ന് ആർക്കെങ്കിലും അറിയാമോ? DRDOയുടെ ഹെഡ് ഇല്ലെങ്കിൽ പഠിച്ചോളണം.
നോക്കി കണ്ടെത്തി പഠിച്ചോളണം കേട്ടോ. ശരി, അത് മാത്രം ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. സമീർ വി കമ്മത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, സമീർ വി കമ്മത്ത്. ഇതൊന്നും ഈ അപ്ഡേഷനുള്ളതൊക്കെ നിങ്ങൾ തന്നെ പഠിക്കണം കേട്ടോ, കണ്ടെത്തണം. ഇതെല്ലാം സ്പൂൺ ഫീഡിങ് കിട്ടുമെന്ന് വിചാരിച്ച ആരും ഇരിക്കണ്ട. സമീർ വി കമ്മത്താണ് എന്തെന്ന് പറയുന്നത് ഇപ്പോ DRDOയുടെ ഹെഡ് എന്ന് പറയുന്നത്. മാത്രമല്ല 1956 സെപ്റ്റംബർ 1 LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന LIC രൂപീകൃതമായി. എന്നാണ് 1956 സെപ്റ്റംബർ 1 LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, LIC എന്ത് ചെയ്തു? രൂപീകൃതമായി. LICയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? കണ്ടെത്തിക്കൊള്ളണം, പഠിച്ചോളണം. മാത്രമല്ല 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ച് സിന്ധു നദീ ജലക്കരാർ ഒപ്പുവെച്ചു. എന്നാണ് 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ച്, പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ചിട്ട് സിന്ധു നദീ ജലക്കരാർ എന്ത് ചെയ്തു? ഒപ്പുവെച്ചു. ആരൊക്കെ തമ്മിൽ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. എന്താണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്ത് ചെയ്തു? 1960 സെപ്റ്റംബർ 19 എന്ത് ചെയ്തു? കറാച്ചിയിൽ വെച്ചിട്ട് സിന്ധു നദീ ജലക്കരാറ് ഒപ്പുവെച്ചു. ഇത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. എന്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ആരൊക്കെയാണ് ഇത് ഒപ്പുവെച്ചതെന്ന് അറിയാമോ? ഇന്ത്യക്ക് വേണ്ടിയിട്ട് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവും പാകിസ്ഥാന് വേണ്ടിയിട്ട് എന്താണ് അയൂബ് ഖാനുമാണ് ഇത് ഒപ്പുവെച്ചത്. നെഹ്റുവും അയൂബ് ഖാനുമാണ് എന്ത് ഒപ്പുവെച്ചത്? ഈ പറയുന്ന സിന്ധു നദീ ജലക്കരാർ ഒപ്പുവെച്ചത്. ഇത് പ്രകാരം എന്താണ് പാകിസ്ഥാന് സിന്ധു, ജലം, ചിനാബ് എന്നീ നദികളിലെ ജലത്തിൽ അധികാരം കിട്ടി. ഇന്ത്യക്ക് സത്ലജ്, ബിയാസ്, രവി എന്നീ നദികളിലെ ജലത്തിന് എന്താണ് ഇന്ത്യക്ക് എന്ത് ചെയ്തു? അധികാരം കിട്ടി. അങ്ങനെ ജലം വിട്ടുകൊടുക്കാമെന്നുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ ഒരു കരാറാണ് എന്തെന്ന് പറയുന്നത് സിന്ധു നദീ ജല കരാർ എന്ന് പറയുന്നത്. ഇത് 1960 സെപ്റ്റംബർ 19 രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്താണ്? ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 4.5%. എന്നാൽ നേടിയത് 4.27%. വളരെ നിസ്സാരം വ്യത്യാസത്തിൽ എന്താണ് പദ്ധതി ലക്ഷ്യം കണ്ടില്ല. എങ്കിലും എന്താണ് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പെട്ടെന്ന് സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് അടുത്ത 10 വർഷത്തിനുള്ളിൽ ഉണ്ടാക്കാവുന്ന നല്ലൊരു വളർച്ചാ നിരക്കായിരുന്നു ഈ പറയുന്ന 4.27 എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ വളർച്ചയെ കുറിച്ചൊക്കെ ബാധിച്ച ഘടകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരേ സമയം വ്യവസായ മേഖലയ്ക്കും എന്താണ് പ്രാധാന്യം കൊടുക്കേണ്ടി വന്നത്. എന്താണ് ഇതിന്റെ ആസൂത്രകരെ എന്ത് ചെയ്തു? നന്നായിട്ട് വിഷമിപ്പിച്ച ഒരു പദ്ധതിയായിരുന്നു ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അതായത് ഒരേ സമയം കൃഷിക്ക് പ്രാധാന്യം കൊടുക്കണം, വ്യവസായവൽക്കരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വ്യവസായവൽക്കരണത്തിൽ അതിന്റെ എന്ത് ചെയ്യണം? കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അത് കൃഷിയെ ബാധിക്കും. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു? അവര് ആ സമയത്ത് നേരിട്ടിരുന്നു. എങ്കിലും 4.5 വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ച പദ്ധതി 4.27 വളർച്ചാ നിരക്ക് എന്ത് ചെയ്തു? നേടുകയാണ് ഉണ്ടായത്. അപ്പോ നമ്മളിപ്പോ പറഞ്ഞപ്പോ ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഇന്ത്യക്കാരന്റെ പേരിലാണ് ആ പദ്ധതി അറിയപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? PC മെഹലനോബിസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച്. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് എന്താണ് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അതിനുശേഷം ഈ ക്ലാസ് എന്ത് ചെയ്യാം? നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതായത് വളർച്ചയെ കണക്കാക്കുന്ന സൂചകം എന്ന് പറയുന്നത് GDP ആണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ വളർച്ചാ നിരക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് കണക്കാക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഈ പറഞ്ഞ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നുള്ളതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് കണക്കാക്കുന്ന സ്ഥാപനം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ പേര് പഠിച്ചിട്ടുണ്ടോ? GDP ഒക്കെ കണക്കാക്കുന്ന സ്ഥാപനം എന്നുള്ള നിലക്ക് ഈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലാതെ വേറെ ഏതെങ്കിലും പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആരെങ്കിലും ഒക്കെ പഠിച്ചു കാണാൻ സാധ്യതയുണ്ട്. CSO എന്ന് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? CSO, ഇന്ത്യയുടെ GDP കണക്കാക്കുന്ന ഇൻകം കണക്കാക്കുന്ന സ്ഥാപനം CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ പഠിച്ചിട്ടുണ്ടാ?
ആരും പഠിച്ചിട്ടില്ല? നിങ്ങൾ ഒരു റാങ്ക് ഫയലിൽ പോലും കണ്ടിട്ടില്ല. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയുടെ GDP കണക്കാക്കുന്നത്, വളർച്ചാ നിരക്ക് കണക്കാക്കുന്നത്. നിങ്ങൾ ആരും കണ്ടിട്ടില്ല. എന്തെങ്കിൽ പറയൂ, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പറയൂ. പഠിച്ചിട്ടുള്ള എല്ലാവരും നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, വെരി ഗുഡ്, നല്ല കാര്യം. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് PSCയുടെ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ പറയുന്ന നാഷണൽ ഇൻകവും ഗ്രോത്തും GDPയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് CSO എന്ന് പറയുന്ന സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആയിരുന്നു 2019 വരെ. 2019 ഗവൺമെന്റ് ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനെയും പിന്നെന്താണ് സാമ്പിൾ സെർച്ച് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനം കൂടിയുണ്ട്. ഇതിന് നാഷണൽ സാമ്പിൾ സെർച്ച് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന, സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന NSSO എന്ന് പറയുന്ന രണ്ട് സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു? സർക്കാർ മെർജ് ചെയ്തുകൊണ്ട് അതിനെ എന്താക്കി മാറ്റി? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആക്കി മാറ്റി. NSO ആയി മാറിയത് 2019 മുതലാണ്. അതിനു മുമ്പ് വരെ CSO ആയിരുന്നു ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? PC മഹലനോബിസ് എന്ന് പറയുന്നത്. ഇപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാനത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പിയാണ് PC മഹലനോബിസ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വന്നോ? സാറേന്നാണോ? ഇല്ല സാർ, പിതാവാണ് M വിശ്വേശ്വരയ്യർ. വെരി ഗുഡ്. അതായത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? M വിശ്വേശ്വരയ്യരാണ്. എന്നാൽ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? അതിന്റെ ഉത്തരം PC മഹലനോബിസ് ആണ്. 1893 കൊൽക്കത്തയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ സ്ഥാപകനാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എന്നിവയുടെ രൂപീകരണത്തിന് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? PC മഹലനോബിസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ CSOയെയും NSSOയെയും ആണ് എന്ത് ചെയ്തത്? 2019 കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ന് കാണുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിച്ചത്. ഇനി അദ്ദേഹം ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ അംഗമായിരുന്ന റോയൽ സൊസൈറ്റിയിലൊക്കെ അംഗമായിരുന്ന ശാസ്ത്രജ്ഞനാണ് ഈ പറയുന്ന PC മഹലനോബിസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായിട്ട് എന്താണ്? അദ്ദേഹം ഒരു ഫിസിക്സിന്റെ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു മഹലനോബിസ്. പക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യമുണ്ടായിരുന്ന മേഖല എന്താന്ന് പറയുന്നത് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു. അദ്ദേഹത്തിന് കൂടെയുള്ളവരെയൊക്കെ എന്താണ് അതിൽ സ്പെഷ്യലൈസ് ചെയ്യിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള ജൂൺ 29 എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നത്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ജൂൺ 29 അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായിട്ട് ആചരിക്കുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത ആദ്യത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? PC മഹലനോബിസ് എന്ന് പറയുന്നത്. എന്താണ്? സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ നാഷണൽ ഇൻകം, ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? PC മഹലനോബിസ് എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി, ഇന്ത്യൻ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ സാമ്പിൾ സർവേസ് ഓഫ് ഓർഗനൈസേഷൻ എന്നിവയുടെ സ്ഥാപകൻ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ സ്ഥാപകൻ. പിന്നെന്താണ്? അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള ജൂൺ 29 ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായിട്ട് ആചരിക്കുന്നു. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ നാഷണൽ ഇൻകം ആദ്യമായിട്ട് കണക്കാക്കിയ വ്യക്തിമാരാണ്. ആ വ്യക്തിയും ഈ പറയുന്ന PC മഹലനോബിസ് ആണ്. അപ്പോ അതോടുകൂടി എന്താണ്? രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി അവസാനിച്ചു. ഇനി എന്താണ്? ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. അതിന്റെ കാലയളവ് എന്ന് പറയുന്നത് എത്രയാണ്? 1961 ഏപ്രിൽ 1 മുതൽ
1966 മാർച്ച് 31 വരെയാണ്. നിങ്ങൾക്കറിയാം 5 വർഷമാണ്. 1951, 56 ഒന്നാം പഞ്ചവത്സര പദ്ധതി, 56, 61 രണ്ടാം പഞ്ചവത്സര പദ്ധതി, 61, 66 മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് എന്താണ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. ഇതോടുകൂടി എന്താണ് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.